Hello friends, welcome back to Alpha's Flavors. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ പർദ ബിരിയാണി എങ്ങനെയാണ് ഓവൻ ഇല്ലാതെ സ്റ്റഫ് ടോപ്പിൽ തന്നെ ചെയ്യാന്നുള്ളതാണ്. ഞാനിവിടെ ഇന്ന് കാണിക്കാൻ പോകുന്നത് കിങ് ഫിഷ് ബിരിയാണിയാണ്. ഇതുപോലെ നിങ്ങൾക്ക് ചിക്കനിലാണെങ്കിലും ബീഫിലാണെങ്കിലും ഏതിൽ വേണമെങ്കിലും ആക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. മറക്കാതെ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഫിഷ് ബിരിയാണി ആണല്ലോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെക്കലാണ്. അതിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ഇനി ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ വലിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ എടുത്തിട്ടുണ്ട്, ബ്ലാക്ക് പെപ്പർ പൗഡർ. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്കിതൊരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം യൂസ് ചെയ്യേണ്ട, ലെമൺ ജ്യൂസ് യൂസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അതിനെ പേസ്റ്റ് ആക്കിയെടുക്കാൻ പാകത്തിനുള്ള ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി എടുത്തത്, ഓക്കെ, ചതച്ചതിട്ടുണ്ട്, അത് അവിടെ ഇവിടെയായിട്ട് പിടിക്കും. അപ്പോൾ പേസ്റ്റാക്കി എടുത്തത് കൂടി ചേർത്ത് യോജിപ്പിച്ച ശേഷം നമുക്ക് മീൻ ഇതിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് മസാല 2 സൈഡും പുരട്ടി വെക്കാം. അപ്പോൾ മീൻ ആക്ച്വലി ഇത്രയും തിക്നെസ് ആവശ്യമില്ല കേട്ടോ. ഞാൻ അവരുടെ അടുത്ത് അങ്ങനെ പറഞ്ഞതാണ് കട്ട് ചെയ്യാൻ, പക്ഷേ ഞാനിവിടെ വീട്ടിൽ വന്ന് തുറന്ന് നോക്കിയപ്പോഴും അത് സെയിം സൈസായിരുന്നു. പിന്നെ എനിക്ക് കട്ട് ചെയ്യാൻ പറ്റിയില്ല. കട്ട് ചെയ്തതിനത് മീനിൻ്റെ ആ ഒരു പീസ് കേട് വന്ന് പോകും. അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ പ്രത്യേകം മീൻ കട്ട് ചെയ്യുമ്പോൾ തിൻ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പറയണം ബിരിയാണിക്ക്, ഓക്കെ. അപ്പോൾ ഇതെനിക്ക് ഇത്രയും ഒരു സൈസായിട്ട് ഞാൻ യൂസ് ചെയ്യാണ്, വേറെ ഓപ്ഷൻ ഇല്ല, ഓക്കെ. അപ്പോൾ എല്ലാ പീസസും അതുപോലെ തന്നെ ഞാനൊരു 1/2 kg ബിരിയാണിയാണ് വെക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാനൊരു 5 കഷ്ണം മീൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, ബിക്കോസ് നല്ല തിക്ക് പീസസ് ആണ്. അപ്പോൾ നന്നായിട്ട് മസാല എല്ലായിടത്തും പുരട്ടി നന്നായിട്ട് പിടിപ്പിച്ച ശേഷം നമുക്കത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഒരു മിനിമം 1/2 hour എങ്കിലും വെക്കണം കേട്ടോ. അല്ല അതിൽ കൂടുതൽ വെക്കുകയാണെങ്കിൽ നല്ലതാണ്, ബട്ട് അറ്റ്ലീസ്റ്റ് 1/2 hour എങ്കിലും നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. എല്ലാ പീസസും ഞാൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. മസാലയുടെ അളവൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ. എസ്പെഷ്യലി മുളക് പൊടിയും കുരുമുളകും ഒക്കെ നിങ്ങൾക്ക് അത്യാവശ്യം എരിവ് വേണമെങ്കിൽ കൂട്ടിയിടാം. അപ്പോൾ ഇതൊരു 1/2 hour മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായത് നമ്മൾ പൊരിച്ച സവോളയും അണ്ടിപ്പരിപ്പും മുന്തിരിയാണ്. അപ്പോൾ പൊരിക്കുന്നത് കാണിക്കുന്നില്ല. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാളയുടെ പൊരിച്ചത് വന്നിട്ട് നമുക്ക് മസാലയുടെ കൂടെ ഇടണം. പിന്നെ ഒരു വലിയ സവാള ഫ്രൈ ചെയ്തത് നമുക്ക് ഗാർണിഷിങ്ങിനും ദം ഇടുന്ന സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഓരോ പിടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വറുത്ത് കോരി വെക്കണം. ഇനി അരി എടുത്തിട്ടുള്ളത് ജീരകശാല റൈസാണ്, ഓർ കൈമ റൈസ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ബാസ്മതി വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 1/2 kg റൈസാണ്. ഇത് നന്നായി കഴുകി സോക്ക് ചെയ്ത് 1/2 hour എങ്കിലും നമുക്ക് വെക്കണം. നമുക്കിനി മീൻ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ മാരിനേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മീൻ ഫ്രൈ ചെയ്യണതിന് മുമ്പ് കുറച്ച് നമ്മൾ മാരിനേറ്റ് ചെയ്ത ഫിഷിൻ്റെ മുകളിൽ കുറച്ച് കോൺഫ്ലവർ ഒന്ന് വിതറി കൊടുക്കണം. അപ്പോൾ ഇതാകുമ്പോൾ മീനൊന്ന് പൊട്ടാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. അപ്പോൾ ഈ കോൺഫ്ലവർ അല്ലെങ്കിൽ മൈദ യൂസ് ചെയ്താലും മതിയാവും. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് സെയിം ഞാനിപ്പോൾ സവോള പൊരിച്ച് വെച്ച സെയിം ഓയിലാണ്. നിങ്ങൾക്കും വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓയിൽ മാറ്റി യൂസ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഫിഷ് ഇട്ട് കൊടുക്കാൻ. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ മീൻ കരിഞ്ഞു പോകും. അതുപോലെ തന്നെ ഒരുപാട് നേരം ഇട്ട് മൊരിയിക്കരുത് കേട്ടോ. അപ്പോൾ മീൻ നമ്മുടെ അതിൻ്റെ സോഫ്റ്റ്നെസ് പോവും. അപ്പോൾ ജസ്റ്റ് സോഫ്റ്റായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം നമുക്ക്. ഇനി നമ്മൾ മീൻ ഫ്രൈ ചെയ്ത് സെയിം പാനിൽ തന്നെ അല്ലെങ്കിൽ സെയിം ഓയിൽ തന്നെ നമുക്ക് മസാല റെഡിയാക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ കുറച്ച് ഓയിൽ കുറവുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ചുകൂടി ഓയിൽ ഒഴിക്കുന്നുണ്ട്. നമുക്ക് ഒരു 3 to 4 tablespoon ഓയിൽ മതിയാവും. ഇനി ഇതിലോട്ട് 2 സവോള ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു സൈസ് ഒരുപാട് വലിയ ഉള്ളിയല്ല, പക്ഷേ എന്നാലും ഒരുപാട് ചെറുതുമല്ല. ഒരു മീഡിയം ടു ലാർജ് സൈസ് ഓണിയനാണ് 2 എടുത്തിട്ടുള്ളത്. സവോള ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് ചതയ്ക്കാത്തത് കുറച്ച് അളവായതുകൊണ്ടാണ്. അപ്പോൾ സെപ്പറേറ്റ് ഞാൻ അളവ് പറയാം. ഒരു 1 tablespoon ഇഞ്ചി ചതച്ചതും 1 tablespoon വെളുത്തുള്ളി ചതച്ചതും പിന്നെ പച്ചമുളക് ഞാനിവിടെ ഒരു 7 എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് അത് മാറ്റം വരുത്തിക്കാം കേട്ടോ. ചതച്ച പച്ചമുളകാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല. പച്ചമുളകിൻ്റെ എരിവാണ് ഈ മസാലയ്ക്ക് നമുക്കുള്ളത്. പിന്നെ നമ്മൾ മീനിലിട്ട മുളക് പൊടിയുടെ മീനിൻ്റെ മസാലയുണ്ട്, ഓക്കെ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിനയിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വലിയ സൈസ് തക്കാളി 1 ആണ്. ചെറിയ സൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് 2 യൂസ് ചെയ്യാം.
തക്കാളി നന്നായി വഴറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ തൈര് കൂടി ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ ഫുൾ ബിരിയാണി ഗരം മസാല ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ച ഒരു വലിയ സവാള ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലോട്ട് ഒരു 150 ml കോക്കനട്ട് മിൽക്ക്, നല്ല ഒന്നാം പാലില്ലേ, തേങ്ങാപ്പാലിൽ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ മസാല ഒന്ന് ലൂസാവും, പക്ഷേ നമ്മൾ ഈ തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ ഈ ഫിഷ് ബിരിയാണി ആയതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് നന്നായിട്ട് നമുക്കിത് വറ്റിച്ചെടുക്കാം. തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഒരുപാട് ഡ്രൈ ആവരുത് മസാല, നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി വേണം. ഈ ടൈമിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ മസാലയിൽ മഞ്ഞപ്പൊടിയൊന്നും ഇടുന്നില്ല കേട്ടോ. ഞാൻ ലൈറ്റ് ഓൺ ചെയ്ത് വെച്ചപ്പോൾ അങ്ങനെ മഞ്ഞയായിട്ട് തോന്നിയതാണ്. ഇതാണ് ആക്ച്വൽ മസാലയുടെ കളറ്. ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഇട്ട് കൊടുത്ത് മസാല കൊണ്ട് പൊതിഞ്ഞ് കുറച്ച് മല്ലിയിലയും പുതിനയും കൂടി ഇട്ട ശേഷം തീ ഓഫ് ചെയ്ത് നമ്മുടെ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അടച്ച് മാറ്റി വെക്കണം. അപ്പോൾ നമ്മുടെ മസാലയുടെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് ചോറ് വെക്കാം. ഇനി ചോറ് വെക്കുന്ന ഒരു പാത്രത്തിലേക്ക്, ബിരിയാണി പോട്ടിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണം. നല്ല നെയ്യ് യൂസ് ചെയ്യാൻ നോക്കണം, എന്നാൽ മാത്രമേ ചോറിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുള്ളൂ. ഇനി അതിലേക്ക് ഒരു ബേ ലീഫ്, 2 ചെറിയ പട്ടട കഷ്ണം, 3 ഗ്രാമ്പു, 3 ഏലക്കായ, 1 സ്റ്റാർ അനീസും ചെറിയൊരു കഷ്ണം ജാതിപത്രിയും ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 8 ചുവന്നുള്ളി, ചെറിയുള്ളി നീളത്തിൽ അരിഞ്ഞത് ഇട്ടിട്ട് ഒന്ന് മൂപ്പിക്കണം. ഒരുപാട് ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അതിൻ്റെ കളർ ചേഞ്ച് ആയി കിട്ടിയാൽ മതി, ഒരു ട്രാൻസ്പെറൻറ്റ് പോലെ ആയി കിട്ടിയാൽ മതി. ഇനി ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ കറിവേപ്പിലയും കൂടി ഇടുമ്പോൾ നല്ലൊരു മണമായിരിക്കും. നമുക്ക് ചോറ് കഴിക്കുമ്പോഴും അതേ ഒരു നല്ലൊരു മണം കിട്ടും. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചോറിന്. ക്യാമറ ഒന്ന് ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ടുണ്ട്, ഞാൻ തന്നെ മാനേജ് ചെയ്യുന്നതുകൊണ്ടാണ്. സോറി, ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഞാൻ ആദ്യത്തെ ബിരിയാണികളിൽ പറഞ്ഞ പോലെ നമ്മൾ ഏത് കപ്പിലാണോ അരി അളക്കുന്നത് അതിൻ്റെ സെയിം കപ്പ് ഓർ ഗ്ലാസ്സിൽ വേണം വെള്ളം അളക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ 1:1.5 റേഷ്യോയിലാണ് വെള്ളം ഒഴിക്കേണ്ടത്. നന്നായി വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഈ ഒരു ടൈമിൽ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നോക്കണം, ഉപ്പിൻ്റെ അളവ് എപ്പോഴും വെള്ളത്തിൽ കൂടുതലായിരിക്കണം. എന്നാൽ മാത്രമേ ചോറ് വെന്ത് വരുമ്പോൾ ചോറിലേക്കും ഉപ്പ് കറക്റ്റായിട്ട് പാകം കിട്ടുള്ളൂ. അരിയെല്ലാം ഇട്ട ഉടനെ ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ്സ് വേവിച്ച ശേഷം ഫ്ലെയിം ലോ ആക്കി 15 മിനിറ്റ്സ് വേവിച്ചെടുക്കണം. അല്ലെങ്കിൽ വെള്ളം മുഴുവൻ വറ്റുന്നതാണ് നമ്മുടെ പാകം. ഓക്കെ, അപ്പോൾ 15 മിനിറ്റ്സ് നല്ലോണം ലോ ഫ്ലെയിമിൽ വേണം വെച്ച് വേവിക്കാൻ. നമ്മുടെ ചോറ് നല്ല കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്, നല്ലൊരു മണമുണ്ട്. ഇനി ബാക്കിയുള്ളത് ദമ്മിലിടുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പാകത്തിന് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചോറും പാകമായിട്ടുണ്ട്, നമ്മുടെ മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് പർദ ബിരിയാണിയുടെ ദം എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഒരു 2 കപ്പ് മൈദ ഉപ്പും വെള്ളവും ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ നോർമൽ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുത്താലും മതിയാവും. കുറച്ച് കട്ടിയിൽ വേണം പരത്താൻ. നിങ്ങളുടെ പോട്ടിൻ്റെ അളവനുസരിച്ച് മൈദയുടെ അളവ് കൂട്ടണം കേട്ടോ. ഞാനിവിടെ ഒരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. 2 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 240 ml കപ്പാണ്. അപ്പം അത്യാവശ്യം എടുത്തിട്ടുണ്ട്. അപ്പോൾ തിക്നെസ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ വേഗം കീറിപ്പോവാൻ സാധ്യതയുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിക്കിൽ പരത്തിയെടുക്കണം. നമ്മൾ ഉപ്പിടുന്നത് ചിലർക്ക് ആ മസാലയോട് ചേർന്ന് ഈ മൈദ നന്നായിട്ട് വെന്ത് കിട്ടുമ്പോൾ കഴിക്കാൻ പറ്റുന്ന രീതി ആയതുകൊണ്ടാണ്. ഉപ്പിടാതെ പരത്തിയാലും നോ പ്രോബ്ലം. ഇനി നമ്മൾ ഏത് പോട്ടിലാണോ ബിരിയാണി ദമ്മിടാൻ പോകുന്നത് ആ പോട്ടിലേക്ക് നന്നായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് എല്ലാ സൈഡ്സും നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഈ മൈദ വെക്കുമ്പോൾ ആ പാത്രത്തിലോട്ട് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് നമുക്ക് വെള്ള എള്ളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്ലാക്ക് എള്ളുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അതൊരു ഭംഗിക്കാണ്, നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഇനി നമ്മൾ പരത്തി വെച്ച മൈദമാവ് ഇതിലോട്ട് നല്ല പതുക്കെ ഇറക്കി വെക്കണം. വെരി കെയർഫുള്ളോടെ ചെയ്യണം കേട്ടോ, ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. ബിക്കോസ് അത് കീറി കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ പേർപ്പസ് തന്നെ നമുക്ക് വേസ്റ്റ് ആവും. അപ്പോൾ കുറച്ച് കണ്ടോ തിക്കായിട്ടാണ് പരത്തിയിരിക്കുന്നത്. അപ്പോൾ നല്ല സ്ലോലി ഇതൊന്ന് ഈ പോട്ടിലോട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കണം. കുറച്ച് എക്സ്ട്രാ നമ്മൾ പുറത്തോട്ട് വിടണം, എന്നാൽ മാത്രമേ നമുക്ക് ചോറിട്ട ശേഷം ഇത് മൂടി വെക്കാൻ പറ്റുള്ളൂ. ഇനി മാവ് ഇങ്ങനെ സെറ്റാക്കിയ ശേഷം നമുക്ക് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഓയിലിനേക്കാളും നല്ലത് നെയ്യാണ്. ഞാൻ നെയ്യാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ മതിയെങ്കിൽ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. അങ്ങനെ ആകുമ്പോൾ ചോറ് ആ മാവിലോട്ട് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് സൂക്ഷിച്ച്, ഈ മീൻ വേഗം പൊട്ടാൻ ചാൻസ് ഉണ്ടല്ലോ, അപ്പോൾ സൂക്ഷിച്ച് ആദ്യം ഓരോ മീൻ കഷ്ണമായിട്ട് മസാലയോടെ ചേർത്ത് ഇതിലോട്ട് ഫസ്റ്റ് ലെയർ, താഴത്തെ ലെയർ നമുക്ക് മസാലയായിരിക്കണം.
അപ്പോൾ ഫസ്റ്റ് ലെയർ ഓഫ് മസാല ഇട്ട ശേഷം നമ്മൾ കുറച്ച് പുതിന മല്ലിയെല്ലാം വിതറി കൊടുക്കണം. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഈ ദമ്മ് കയറുമ്പോൾ ഈ കോക്കനട്ട് മിൽക്കിൻ്റെ മണം കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു തരി ബിരിയാണി ഗരം മസാല കൂടി ഇട്ട ശേഷം നമുക്ക് ഫസ്റ്റ് ലെയർ ഓഫ് ചോറിടാം. ഫസ്റ്റ് ലെയർ ചോറ് നല്ല മസാല കവർ ചെയ്യുന്ന പോലെ ചോറിട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ആ സെയിം പ്രോസസ്സ് ഉണ്ടല്ലോ, അതായത് കുറച്ച് പുതിന മല്ലിയില, പൊരിച്ച ഉള്ളി, അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒരു തരി ഗരം മസാലയും കൂടി ഇട്ട് ലെയറാക്കി നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പം നമ്മൾ ലെയേഴ്സാക്കി ടോപ്പ് ലെയർ എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒരു ഇടയിൽ മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ടോപ്പ് ലെയർ എല്ലാ ഐറ്റംസ് ഇട്ട് സെറ്റാക്കി വെക്കാം. അപ്പോൾ ടോപ്പ് ലെയർ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ സാവധാനം ഈ മൈദ എല്ലാ സൈഡ്സിൽ നിന്നും ഈ ബിരിയാണി ഇട്ടിങ്ങനെ നന്നായിട്ട് പൊതിഞ്ഞ് വെക്കണം. ഒരു സൈഡ്സും പുറത്തേക്ക് പോകരുത്. അതുപോലെ തന്നെ കീറരുത്. കീറാതെ നല്ല സൂക്ഷിച്ച് പതുക്കെ എല്ലാം ഒന്ന് കവർ ചെയ്തെടുക്കാം. കവർ ചെയ്ത ശേഷം കുറച്ച് വെള്ള എള്ളോ അല്ലെങ്കിൽ ബ്ലാക്ക് എള്ളോ നമുക്ക് തൂക്കി കൊടുക്കാം. ഇതൊരു ഭംഗിക്കാണ്, വേണമെങ്കിൽ ഒഴിവാക്കാം. ഇനി കവർ ചെയ്ത് ടൈറ്റായിട്ട് കവർ ചെയ്ത് വെച്ച ശേഷം ഒരു പഴയ ദോശത്തവയിലോട്ട് ഈ പോട്ട് വെച്ച ശേഷം സ്റ്റവ് കത്തിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 15 to 20 മിനിറ്റ്സ് ഇത് വേവിക്കണം. ഓരോരുത്തരുടെ മാവിൻ്റെ കട്ടി അനുസരിച്ച് വേവിന് ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ 15 to 20 മിനിറ്റ്സ് കഴിഞ്ഞ ശേഷം ഇത് ഓപ്പൺ ആക്കിയിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വേവ് അറിയും. നന്നായി വെന്തിട്ടുണ്ടെങ്കിൽ ഈ സൈഡ്സൊക്കെ ഒന്ന് ബ്രൗൺ ആയി കിട്ടും. അപ്പോൾ നമ്മുടെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് സൈഡ്സിലൊരു സ്പൂണോ എന്തെങ്കിലും ആയിട്ടൊന്ന് ഇളക്കി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ മാറ്റി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ്സ് ബ്രൗൺ ആയിട്ടുണ്ടെങ്കിൽ ഒരുവിധം നമുക്ക് അറിയാമല്ലോ മാവ് വെന്തത് അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിനി ഇത് മറിച്ചിടാൻ പോവുകയാണ്. ഇത് മറിച്ച് നമുക്ക് ഇടാനായിട്ട് ഒരു പാനിലോട്ട് ഇതേപോലെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഒട്ടിപ്പിടിക്കാതിരിക്കുള്ളൂ. എന്നിട്ട് ഈ പാന് ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ടൊന്ന് ഫ്ലിപ്പ് ചെയ്യാൻ പോവുകയാണ്. ഫ്ലിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് പാകമായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ ഭാഗം കൂടി ഇതേപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. അതേപോലെ നമ്മൾ ദോശക്കല്ലിൽ വെച്ചിട്ട് ഈ പാനിൽ തന്നെ ആ ദോശക്കല്ലിലോട്ട് വെച്ച് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ ഒരു 10 to 15 മിനിറ്റ്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ആ ഭാഗം കൂടി ഒന്ന് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇടയ്ക്കൊന്ന് ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ കെയർഫുള്ളായിട്ട് നോക്കണം. നല്ല വെയിറ്റ് ഉണ്ടല്ലോ ഇത്, അപ്പോൾ പൊട്ടിപ്പോകാതെ നോക്കണം. അപ്പോൾ നമ്മുടെ പർദ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. 2 സൈഡും നല്ല കറക്റ്റായിട്ട് പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കെയർഫുള്ളായിട്ട് ഒരു വലിയ താലത്തിലേക്ക് തന്നെ ഇടണം. എന്നാൽ മാത്രമേ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ബിരിയാണി ഇങ്ങനെ പുറത്തോട്ട് വരുമല്ലോ, അപ്പോൾ പുറത്ത് പോകാതിരിക്കുള്ളൂ. അപ്പോൾ ഞാൻ വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അല്ലേ. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്ന പോലൊരു ഫീലിംഗ് ആണ് ഇത് കട്ട് ചെയ്യുമ്പോൾ. ശരിക്കും എൻ്റെ കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബിക്കോസ് അവർക്ക് കേക്ക് കട്ട് ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. അല്ല, നമുക്കൊരു വെറൈറ്റി അല്ലേ ബിരിയാണി ഇങ്ങനെ തുറന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ബിരിയാണി വരുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല കറക്റ്റ് നല്ലൊരു മണം വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലോണം ദമ്മ് സെറ്റായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണില്ലേ, നല്ലോണം ദമ്മ് കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി അല്ലേ. അപ്പോൾ എല്ലാവരും എനിക്ക് ഫീഡ്ബാക്ക് കൂടി അറിയിക്കണേ. അപ്പോൾ ഇനിയൊരു പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ബ്ലെസ്ഡ്.